ഞാൻ നാട്ടിലേക്ക് കാശ് അയക്കാറുള്ളത് വയസ്സ് വെച്ചിട്ടാണ്. നേരത്തെ പറയാനായിട്ട് വേഗം എന്തോ ഓർമ്മ ഒന്നുമില്ല, അതുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല. കുറച്ച് മുന്നോട്ട് നടന്നപ്പോൾ എവിടെ നിന്നോ എൻ്റെ തലയിലേക്ക് കയറി വന്നു. അപ്പോൾ വയസ്സിലാണ് ഞാൻ കാശ് അയക്കണേ. എനിക്ക് പരിചയമുള്ള എൻ്റെ കൂട്ടുകാരും ഇവിടെ വയസ്സിലാണ് നാട്ടിലേക്ക് കാശ് അയക്കണേ. എന്തോ വയസ്സ് ഇതേവരെ പറ്റിച്ചിട്ടില്ല, തെറ്റില്ലാത്ത റേറ്റ്സും തന്നിട്ടുണ്ട്. ഇപ്പം കറണ്ട്ലി 22.7 കയറി നിൽക്കുകയാണ്. ആ വണ്ടിക്കാരൻ്റെ ഒച്ച. അപ്പോൾ അങ്ങനെയാണ് ഞാൻ നാട്ടിലേക്ക് കാശ് അയക്കണേ. ഇനി നാട്ടിൽ ഇങ്ങോട്ട് കാശ് അയക്കണ പരിപാടി, അതാണ് പലർക്കുള്ള ഏറ്റവും വലിയ സംശയം. അതിന് ആകപ്പാടെ ഉണ്ടായിരുന്നൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന 3 ഓപ്ഷൻസാണ് മെയിൻലി ഉള്ളത്. ഒന്നല്ലെങ്കിൽ ഈ ബാങ്ക് പോലത്തെ സെറ്റപ്പ്, അല്ലെങ്കിൽ ഈ പറയുന്ന വെസ്റ്റേൺ യൂണിയൻ, മണപ്പുറം ഫിനാൻസ്, അങ്ങനത്തെ കുറേ സ്കീമുകളുണ്ടല്ലോ, അവരൊഴി അയക്കുന്ന പരിപാടി. അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് ആരെങ്കിലും കയറി വരുമ്പോൾ അവരുടെ കയ്യിൽ യൂറോ അല്ലെങ്കിൽ ഡോളർ കൊടുത്തു വിടുന്ന പരിപാടി. ഈ പരിപാടികളൊക്കെയാണ് എക്സിസ്റ്റ് ചെയ്തിരുന്നത്. അതല്ലാതെ അത്രയും ഹൈലൈറ്റ് നിൽക്കാത്ത വേറൊരു പരിപാടിയുണ്ട്. ഇപ്പം ഞാൻ എല്ലാ മാസം നാട്ടിലേക്ക് കാശ് അയച്ചു കൊടുക്കുന്ന ഒരാളല്ല, പക്ഷേ നാട്ടിലേക്ക് മാസം മാസം കാശ് അയച്ചു കൊടുക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാർ പോളണ്ടിലുണ്ട്. ഇപ്പം എൻ്റെ ആവശ്യം നാട്ടിൽ നിന്ന് കാശ് കിട്ടണമെന്നാണെങ്കിൽ എനിക്ക് ഇവരുടെ നിന്ന് കാശ് മേടിച്ചിട്ട് നാട്ടിൽ അവർക്ക് ആർക്കാണോ കാശ് അയക്കേണ്ടത് അവരുടെ അക്കൗണ്ടിലേക്ക് കാശ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 2 കൂട്ടർക്കും ലാഭമാണ്. അങ്ങനത്തെ ഒരു സ്കീമുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ ഓൾമോസ്റ്റ് പേയ്മെൻറ്റ് പരിപാടികളൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്. എന്നെ വിശ്വാസമുള്ള കുറച്ച് പേരുണ്ട്. അപ്പോൾ അവരെനിക്ക് കാശിന് ആവശ്യം വരുമ്പോൾ എനിക്ക് തരും. എന്നിട്ട് അവർ നാട്ടിലേക്ക് അയക്കേണ്ട കാശ് എൻ്റെ അപ്പൻ അവരുടെ അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കും. ഇപ്പം എൻ്റെ ഫീസ് അടയ്ക്കുന്ന കാര്യങ്ങളൊക്കെ ആയാലും ഞാൻ അങ്ങനെയാണ് ചെയ്യണേ. ഇപ്പം എന്നെ വിളിച്ചിട്ട് അങ്ങനെ ആരും കാശ് ചോദിക്കരുത്. ഞാൻ ചെയ്യണ മെത്തേഡ്സ് പറഞ്ഞതാണ്. ഇനീഷ്യലി ഞാൻ ചെയ്തിരുന്നത് ആദ്യം വരുമ്പോൾ എല്ലാവരും ചെയ്യുന്ന പോലെ ബാങ്ക് വഴി ചെയ്തു. പക്ഷേ ബാങ്ക് വഴി ചെയ്യുമ്പോൾ കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷെ ഒന്നാമത്തെ ഫോൾട്ട് എന്ന് പറയുന്നത് ഇതിങ്ങോട്ട് എത്താനുള്ള ടൈം. രണ്ടാമത്തേന്ന് പറയുന്നത് പിടുത്തം, വല്ലാത്ത ജാതി കമ്മീഷൻ പിടുത്തമാണ്. ഇപ്പം 85 റേറ്റ് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഗൂഗിളിൽ നോക്കുമ്പോൾ 85 റേറ്റ് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ബാങ്കുകാർ ഇങ്ങോട്ട് അയച്ചിങ്ങോട്ട് എത്തുമ്പോൾ ഒരു 8 രൂപയും കൂടി അങ്ങോട്ട് കയറും. അത്രയും റേറ്റ് വ്യത്യാസം വരും. പിന്നെ ഇവിടെ എത്തിക്കഴിയുമ്പോൾ 90% നമ്മൾ ഡോളർ അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ യൂറോ അക്കൗണ്ടിലേക്ക് ആയിരിക്കും വിടാൻ പോകുന്നത്. അത് പിന്നെയും കൺവേർട്ട് ചെയ്യുമ്പോൾ പിന്നെയും പിടുത്തത്തോട് പിടുത്തം. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഏറ്റവും നല്ല പരിപാടി ഇവിടെ നിന്ന് നാട്ടിലേക്ക് കാശ് അയച്ചു കൊടുക്കുന്ന കുറച്ച് ആൾക്കാരെ കണ്ടുപിടിക്കുക, അവർ വഴി ഒന്ന് ഒപ്പം പിടിച്ച് സാധനം സെറ്റ് ചെയ്യുക. അപ്പം അതാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കണേ. കുഴപ്പമൊന്നുമില്ല. നമുക്ക് അവരെ വിശ്വാസം വേണം, അവർക്ക് നമ്മളെ വിശ്വാസം വേണം. വിശ്വാസത്തിൻ്റെ ബേസിസിൽ കാര്യം നടന്നോളും. അത്രയ്ക്കുള്ള കാര്യം. ക്ലാസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, എല്ലാ പരിപാടികളും കഴിഞ്ഞു. ഇനി പ്രത്യേകിച്ച് എന്തെങ്കിലും നടക്കുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ പാടില്ല. ഇതിവിടെ ഭയങ്കര പഴക്കം കൂടിയ ഒരു ബ്രിഡ്ജാണ് കേട്ടോ. കഴിഞ്ഞതിൻ്റെ മുന്നത്തെ എല്ലാം ഇത് പൊളിയാറായപ്പോൾ ഞാൻ വിചാരിച്ചത് പൊളിച്ച് പുതിയ തുണിയൊന്ന്. പക്ഷെ ഇവരിത് ഫുൾ അടച്ച് പൂട്ടി ഇത് റിനോവേറ്റ് ചെയ്തെടുത്ത് ഇരുത്തിപ്പാണിത് ഫുൾ അതിൻ്റെ ശക്തിയൊക്കെ കൂട്ടിയിട്ട്. ഇത് പറയേണ്ട കാര്യമില്ല, ഞാൻ ചുമ്മാ പറഞ്ഞതുള്ളൂ. ഇനി ഭാവിയിൽ അങ്ങനെ ഇത് പൊളിഞ്ഞ് വീണാലോ. ഇപ്പം ഞാൻ കാണിക്കാൻ പറ്റുന്നതുകൊണ്ട് കാണിക്കുന്നു എന്ന് മാത്രം. തിരിച്ചു പോട്ടെ. ക്ലാസ് പരിപാടികൾ കഴിഞ്ഞു. ഇന്ന് പറയാൻ വന്ന കാര്യം കഴിഞ്ഞു. നാട്ടിലേക്ക് കാശ് അയക്കുന്നവരാവട്ടെ, ഇവിടെ നാട്ടിൽ നിന്ന് കാശ് അയക്കുന്നവരാവട്ടെ, ഇവിടെ നിന്ന് നാട്ടിൽ നിന്ന് കാശ് അയക്കുന്നവരാവട്ടെ, ആദ്യം വരുമ്പോഴേ പ്രശ്നമുള്ളൂ. പിന്നെ നിങ്ങൾ തന്നെ ഫിഗർ ഔട്ട് ചെയ്തോളും. ടെൻഷൻ അടിക്കേണ്ട. ഇനീഷ്യലി ഒരു ചെറിയ സ്ട്രെസ് ഉണ്ടാവും എന്ത് ചെയ്യണമെന്നുള്ളത്. എളുപ്പമാണ്. നിങ്ങൾ കൂടെ ഉള്ളവരോടൊക്കെ ചോദിക്കുക, അവരെന്നെ ഒരു സൊല്യൂഷൻ എന്തെങ്കിലും പറഞ്ഞു തരും. പക്ഷേ നിങ്ങൾ കാല് വാരിക്കൊണ്ടുള്ള ടീമാണെന്നും കൂടി നോക്കണേ. അങ്ങനത്തെ ഒരു സ്കീമും കൂടി ഉണ്ട്. അതായത് കാശ് അങ്ങോട്ട് കൊടുത്തിട്ട് പിന്നെ അവരുടെ പൊടിയും കൂടില്ലാത്ത അവസ്ഥയാണ്, തീർന്നു. അപ്പോൾ അത്രയും വിശ്വാസം ഉള്ളിടത്ത് മാത്രം പോയി പരിപാടി നടത്താം. അതല്ലാത്ത പക്ഷം ചെയ്യാൻ നിൽക്കരുത്. പണി കിട്ടുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഞാൻ പോട്ടെ. ഒഡ്രയിലേക്ക്, ഇത് ഒഡ്ര എങ്ങനെ വേണേലും പറയാം. എനിക്ക് കാരണം ട്രാമ പോകണം. ഞാൻ നിങ്ങളുടെ അടുത്ത് വീഡിയോ പറയാൻ നിന്നുകൊണ്ട് അങ്ങോട്ട് പോട്ടേന്ന് വെച്ചു. പിന്നെ പോട്ടെ. ഈ ലേക്ക് കുറേ സിറ്റിയിലേക്ക് ഇങ്ങനെ പടർന്ന് വന്നിലിച്ചിറക്കുന്ന ഒരു നീണ്ടു നിവർന്ന് നടക്കുന്ന ഒരു ലേക്കാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഇത്രയൊക്കെ ഉള്ളൂ ഈ വ്ളോഗിൽ പറയാൻ. ഇനി എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഞാൻ എടുത്തേക്കാം. ഇത്രേ ഉള്ളൂ. എന്തെങ്കിലും പ്രത്യേകിച്ച് ഒന്നുമില്ല. ഞങ്ങളുടെ തുടങ്ങാൻ പോവാം. അപ്പോൾ ശരി, ബൈ ബൈ.